thanking God for this wonderful opportunity once again this evening to gather in the presence of God to study from the book of Revelation. The Lord has been so good to us every day in our lives, in our prayer request. And this evening, as we are gathering for the Bible study of book of Revelation, let me just remind you something about the previous class. That in the previous class we learned about the appreciations and the admonition that was given to the church at Smyrna. So we are studying about Smyrna church, and tonight we are continuing the study of Smyrna church, like the promise of reward and the source of promise. The promise of reward and the source of promises to the church at Smyrna. Then we will move to the study of next church, the church at Pergamos. സോ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിന്തിച്ചതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നമ്മൾ ചിന്തിക്കാൻ പോവുകയാണ്. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സ്മൃർണ സഭയ്ക്ക് ദൈവം കൊടുത്തിരുന്നതായിരിക്കുന്ന അപ്രീഷിയേഷൻ എന്നുള്ള വിഷയമായിരുന്നു. അപ്രീഷിയേഷൻ അല്ലെങ്കിൽ അനുമോദനങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അതിനുശേഷമായിട്ട് പിന്നെ അഡ്മോണിഷനെ കുറിച്ച് സംസാരിച്ചു, അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ഉപദേശത്തെക്കുറിച്ച് സംസാരിച്ചു. സോ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദ പ്രോമിസ് ഓഫ് റിവാർഡ് ആൻഡ് ദ സോഴ്സ് ഓഫ് പ്രോമിസ് ടു ദ ചർച്ച് സ്മിർന. ദൈവസഭയാകുന്ന സ്മിർന സഭയ്ക്ക് ദൈവം കൊടുക്കാം എന്ന് വാഗ്ദത്തം ചെയ്ത ആ ഒരു പ്രതിഫലത്തെക്കുറിച്ചും നമ്മളിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അതിനുശേഷം ആ പ്രതിഫലം അല്ലെങ്കിൽ ആ പ്രോമിസ് കൊടുക്കുന്ന ഉറവിടം എന്താണെന്ന് ചിന്തിച്ച ശേഷമായിട്ട് ദൈവം വെച്ചാൽ നമ്മൾ പെർഗമോസ് സഭയെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സോ we are going to see, what is the promise of reward which was given for the church at Smyrna. എന്തായിരുന്നു ഈ ദൈവസഭയ്ക്ക്, സ്മിർനയിലുണ്ടായിരുന്ന സഭയ്ക്ക് ദൈവം കൊടുത്തിരുന്ന പ്രതിഫലത്തെക്കുറിച്ചുള്ളതായിരിക്കുന്ന ഒരു വാഗ്ദാനം എന്തായിരുന്നു? അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ചാപ്റ്റർ 2, റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സസ് 10 and 11. 2-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിച്ചതിന് ശേഷമായിട്ട് തുടർന്ന് നമുക്ക് ചിന്തിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ലെറ്റ് us read Revelation chapter 2 verses 10 and 11. Revelation 2, 10 and 11. Do not be afraid of what you are about to suffer. I tell you, the devil will put some of you in prison to test you, and you will suffer persecution for 10 days. Be faithful even to the point of death, and I will give you the crown of life. He who has an ear, let him hear what the Spirit says to the churches. He who overcomes will not be hurt at all by the second death. നീ സഹിക്കുവാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും. മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് 2-ാം മരണത്താൽ ദോഷം വരികയില്ല. Okay, so first of all we see the first promise which was given for the church at Smyrna was the crown of life. ഒന്നാമതായിട്ട് ദൈവം ആ സഭയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രോമിസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത് ജീവകിരീടം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള കാര്യമാണ്. രണ്ടാമത്തേന്ന് പറയുന്നത് they will not be hurt by the second death. 2-ാം മരണത്താൽ നിങ്ങൾ ബാധിക്കപ്പെടുകയില്ല എന്നുള്ള ഒരു കാര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ മരണം നിങ്ങളെ തൊടുകയില്ല എന്നുള്ളൊരു വിഷയമാണ് പറഞ്ഞിരിക്കുന്നത്. അത് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ലെറ്റ് us think both of these speaks about the eternal deliverance and eternal blessing. അത് ഈ 2 കാര്യങ്ങളാണ്, 2 പ്രോമിസസ് അവർക്ക് കൊടുക്കുമ്പോൾ ബോത്ത് ഓഫ് ദീസ് ടോക്കിംഗ് അബൌട്ട് ദ ഇറ്റേണൽ ഡെലിവറൻസും ഉണ്ട് ആൻഡ് ഇറ്റേണൽ ബ്ലെസ്സിങ്സും ഉണ്ട്. അല്ലെങ്കിൽ നിത്യമായിരിക്കുന്ന ഒരു വിടുതലിനെ കുറിച്ചും നിത്യമായിരിക്കുന്ന ഒരു അനുഗ്രഹത്തെക്കുറിച്ചുമാണ് ഈ 2 കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമുക്ക് പിന്നീട് നോക്കാം. But at the same time, in the Bible, there are 5 crowns mentioned. 5 crowns are mentioned because when we are talking about the crown of life, ജീവ കിരീടം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഏതൊക്കെ കിരീടങ്ങളെക്കുറിച്ചാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയതിന് ശേഷമായിട്ട് നമുക്ക് തുറന്നു പോകാം. There are mainly 5 crowns mentioned in the Bible as a reward for
the people of God, for the believers, those who are serving God faithfully. So, the 5 types of crowns for believers in heaven. The first of all, the first one is the crown of righteousness. നീതിയുടെ കിരീടമാണ് ഒന്നാമത്തത്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർ എവ്രി ബിലീവർ. എല്ലാ വിശ്വാസികൾക്കും ലഭിക്കാൻ സാധ്യതയുള്ള ഒരു ക്രൗൺ ആണ്, ഒരു കിരീടമാണ് നീതിയുടെ കിരീടം. ബട്ട് ദ സെക്കൻഡ് വൺ ഈസ് ഇൻകറപ്റ്റബിൾ ക്രൗൺ. ഇൻകറപ്റ്റബിൾ ക്രൗൺ, ദാറ്റ് മീൻസ് it is available for those who disciplined their body. അവരുടെ ശരീരത്തെ അല്ലെങ്കിൽ സെൽഫ് കൺട്രോൾ ആൻഡ് സ്പിരിച്വൽ ഡിസിപ്ലിൻ ചെയ്യുന്ന ആൾക്കാർക്ക് ദൈവം കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ക്രൗണാണ്, കിരീടമാണ് ഇൻകറപ്റ്റബിൾ ക്രൗൺ. ഇങ്ങനെ വാടാത്ത കിരീടം എന്ന് പറഞ്ഞിരിക്കുന്നത് those who are able to practice a self control and those who are following the spiritual discipline in their life. So when a believer is disciplining himself or herself, so those people will receive the incorruptible crown, അല്ലെങ്കിൽ വാടാത്ത കിരീടം ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And the third crown is the crown of life, that which is mentioned in this Revelation chapter 2 verse chapter 2. Okay, so that is talking about crown of life. എന്താണ് പിന്നെ ജീവകിരീടം ലഭിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് മാർട്ടിയേഴ്സിന് വേണ്ടിയുള്ളതാണ്. ഓക്കെ, മാർട്ടിയേഴ്സ് മീൻസ് രക്തസാക്ഷികൾക്ക് കൊടുക്കാൻ ഇരിക്കുന്ന ഒരു കിരീടമാണ്, രക്തസാക്ഷികളുടെ കിരീടമാണ് ക്രൗൺ ഓഫ് ലൈഫ് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് ക്രൗൺ ഓഫ് ഗ്ലോറി. എന്താണ് പിന്നെ പ്രശംസാ കിരീടം. ഓക്കെ, തേജസ്സിൻ്റെ കിരീടം എന്ന് പറയാം, അല്ലെങ്കിൽ പ്രശംസാ കിരീടം എന്ന് പറയാം. തേജസ്സിൻ്റെ വാടാത്ത കിരീടം അല്ലേ, ക്രൗൺ ഓഫ് ഗ്ലോറി എന്ന് പറയും. തേജസ്സിൻ്റെ വാടാത്ത കിരീടമാണ്. ദാറ്റ് ഈസ് ഫോർ ദ മിനിസ്റ്റേഴ്സ്. Okay, those who are ministering or serving the Lord in different capacities, they will receive the crown of glory. And the fifth one is the crown of rejoicing. Crown of rejoicing is given for every believer. പ്രശംസാ കിരീടം എന്ന് പറയുന്നത് ജീവിതം ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് അതിനെ എല്ലാ പ്രതിസന്ധികളെയും ഓവർകം ചെയ്തുകൊണ്ട് ചെല്ലുന്ന ആൾക്കാർക്ക്, എല്ലാ ബിലീവേഴ്സിനും കൊടുക്കുന്ന ഒന്നാണ് ക്രൗൺ ഓഫ് റിജോയ്സിങ്, അല്ലെങ്കിൽ പ്രശംസാ കിരീടം, സന്തോഷത്തിൻ്റെ ഒരു കിരീടത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. സോ ദ ക്രൗൺ ഓഫ് ലൈഫ് വിച്ച് ഈസ് മെൻഷൻഡ് ഇൻ Revelation chapter 2 verse 10, ഹിയർ വി ഓൾറെഡി റെഡ് ദാറ്റ്. ഇൻ Revelation chapter 2 verse 10 നമ്മൾ കാണുന്നത് എന്താണ്? ദർ ഇസ് എ ക്രൗൺ ഓഫ് ലൈഫ് ദാറ്റ് ഈസ് ഓഫേർഡ് ഫോർ ദ മാർട്ടിയേഴ്സ്. മാർട്ടിയേഴ്സിന് വേണ്ടി, അല്ലെ രക്തസാക്ഷികൾക്ക് വേണ്ടി ദൈവം ഓഫർ ചെയ്തിരിക്കുന്ന ഒരു കിരീടമാണ് ക്രൗൺ ഓഫ് ലൈഫ്. And when we study about the ancient time, the crown of life is the winner's crown. That is a winner's crown, and that which was awarded at the annual athletic games. Okay, and when we study about the Smyrna church and Smyrna city, ഈ സ്മിർന സിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഇറ്റ് വാസ് എ കീ പാർട്ടിസിപ്പൻറ്റ് ഇൻ ദ ഗെയിംസ് ഓഫ് ദോസ് ഡേയ്സ്. അന്നത്തെ കാലഘട്ടത്തിൽ അന്ന് നടന്നുകൊണ്ടിരുന്ന ഗെയിംസിൽ, അത്ലറ്റ്സിലൊക്കെയും വളരെ സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ടിരുന്ന ഒരു സിറ്റി ആയിരുന്നു സ്മിർന എന്ന് പറയുന്നത്. സോ വെൻ വി സ്റ്റഡി അബൌട്ട് ദ ക്രൗൺ ഓഫ് ലൈഫ് വാസ് awarded, or the crown of life was offered for the church at Smyrna, this promise would be so much meaningful to those believers living in Smyrna. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ സിറ്റി, സ്മിർന സിറ്റിയിലുള്ള ആളുകൾ ഭയങ്കരമായിട്ട് ഗെയിംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരുന്നുകൊണ്ട് അവർ ക്രൗൺ എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം. സോ അതുകൊണ്ട് ഇവിടെ ഈ സ്മിർന സഭയിലുള്ള വിശ്വാസികൾക്ക് ദൈവം കൊടുക്കുന്നതായിരിക്കുന്ന പ്രോമിസ് ക്രൗൺ എന്ന് പറയുമ്പോൾ അവർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാകും. ഓക്കെ, ഇമ്പോർട്ടൻസ് മനസ്സിലാകും. അതുകൊണ്ടായിരിക്കണം അങ്ങനെ യോഹന്നാനെ കൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എഴുതിപ്പിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. So we know that in this world we have pain, we have sickness, and we have sufferings and tears. But we remember that in the world to come, there is no pain. Amen? There is no pain in the world to come. ഇനി വരാനിരിക്കുന്ന ലോകത്തിൽ ഒരു വേദനകളുമില്ല, ദുഃഖങ്ങളുമില്ല, പ്രശ്നങ്ങളുമില്ല, രോഗങ്ങളില്ല, അതൊന്നുമില്ലാത്ത ഒരു ലോകത്തേക്കാണ് നാം ഇപ്പോൾ നോക്കി പാർക്കുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നത്. Okay, so that is the first one. Now, in the next slide, you can see the second promise. Okay, the second promise is
given for the church at Smyrna. രണ്ടാമതായിട്ട് ആ വാക്യത്തിൽ കാണാൻ സാധിക്കുന്ന രണ്ടാമത്തെ ഒരു എന്താണ് പ്രോമിസ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ദോസ് ഹു ഓവർകം വിൽ നോട്ട് ബി ഹേർട്ട് ബൈ ദ സെക്കൻഡ് ഡെത്ത്. എന്താണ് അങ്ങനെ വിജയിക്കുന്നവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അങ്ങനെ ജയിക്കുന്നവർക്ക് രണ്ടാം മരണത്താൽ ദോഷം വരത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ വിശ്വസ്തയോടെ ജീവിച്ചിട്ട് ജയിച്ച് ഓവർകം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു കാരണവശാലും രണ്ടാം മരണത്തിൽ അവരെ ബാധിക്കത്തില്ല, അല്ലെങ്കിൽ അതുകൊണ്ടൊരു ദോഷം ഉണ്ടാകത്തില്ല എന്ന് പറയുമ്പോൾ if you go to Revelation chapter 20 verses 14 and 15, you can see the second death mentioned there. The second death is mentioned. Can you read that portion? Revelation Then, chapter 20. then death and Hades were thrown into the lake of fire. The lake of fire is the second death. If anyone's name was not found written in the book of life, he was thrown into the lake of fire. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. Okay, in Revelation chapter 20 verses 14 and 15, ഈ വാക്യങ്ങൾ എന്താ കാണാൻ സാധിക്കുന്നത്? The second death is mentioned there. The second death is mentioned there. Okay, so what is the second death, which is already mentioned in chapter 20? The death is the lake of fire എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്താണ് രണ്ടാം മരണം എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു തീപ്പൊയ്കയുടെ അനുഭവമാണ്. രണ്ടാം മരണം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തീപ്പൊയ്കയുടെ അനുഭവമാണ്. ഓക്കെ, so we know that the physical death is applicable for everyone, but if you are a born again person, the second death will not hurt you. The second death will not hurt you. ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ, ഒരു വിശ്വാസിയാണെങ്കിൽ, ദൈവകൃപയിൽ ജീവിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഈ രണ്ടാം മരണത്താൽ ഈ രണ്ടാം മരണം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല, അല്ലെങ്കിൽ രണ്ടാം മരണത്തിലൂടെ ആ വ്യക്തി കടന്നു പോകേണ്ട ആവശ്യം ഉണ്ടാകത്തില്ലെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. കാരണം Bible very clearly says that in the lake of fire no one can die forever. അല്ലേ, ഈ തീപ്പൊയ്കയിൽ ഇട്ട് വീഴുന്നതായിരിക്കുന്ന ആളുകൾ ഒരിക്കലും മരിക്കുന്നില്ല. നോ വൺ ക്യാൻ ഡൈ ഫോർ എവർ, ബട്ട് ഫോർ എവർ ദേ വിൽ ബി ഇൻ സിവിയർ ടോർമെൻറ്റ് ആൻഡ് സഫറിങ്. അല്ലേ, അപ്പം ഒരു തീപ്പൊയ്കയിലേക്ക് ഒരാളെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്, ഒരിക്കലും അവർ മരിക്കുന്നില്ല, പക്ഷെ എന്നേക്കുമായിട്ട് നിത്യമായിട്ട് അവിടെ കിടന്നുകൊണ്ട് എന്ത് ചെയ്യാണ്, യാതന അനുഭവിക്കുകയാണ്. ആ നിത്യമായിട്ടുള്ളതായിരിക്കുന്ന തീപ്പൊയ്കയുടെ അനുഭവത്തിൽ കിടന്നുകൊണ്ട് കഷ്ടപ്പെടുന്ന സിവിയർ ടോർമെന്റ് ആൻഡ് സഫറിങ് ആയിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. Okay, so what we can think about this is, let us cling upon the eternal promises of God and let us faithfully serve the Lord in this world. Amen. Because there is a writer, he wrote like this, Alistair Begg. His name is Alistair Begg, and he wrote in this way something like, there is a kind of life leads to death, and there is a kind of death that leads to life. Okay, there is a kind of life leads to death. അതായത് ഒരു തരത്തിലുള്ളതായിരിക്കുന്ന ജീവിതമുണ്ട്, ആ ജീവിതം നയിക്കുന്നവര് മരണത്തിലേക്കാണ് പോകുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം ദർ ഇസ് എ കൈൻഡ് ഓഫ് ഡെത്ത് ദാറ്റ് ലീഡ്സ് ടു ലൈഫ്. എന്നാൽ അതേസമയം ഒരു തരത്തിലുള്ള മരണമുണ്ട്, ആ മരണം മരിക്കുന്നവർ അവർ ജീവനിലേക്കാണ് പോകുന്നത്. Okay, but we need the second one. The second one, what is that? The death which leads us to eternal life, because we already died with Christ and we are crucified with Christ and we are expecting the eternal life. അല്ലേ, നമ്മൾ ഒരിക്കൽ ക്രിസ്തുവിനോട് കൂടെ മരിക്കപ്പെട്ടവരാണ്, നാം ക്രൂശിക്കപ്പെട്ടവരാണ്. അങ്ങനെ ക്രൂശിക്കപ്പെട്ടവരായിട്ടും മരിക്കപ്പെട്ടവരായിട്ടും ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രതീക്ഷ മുഴുവൻ എന്താണ്? ഇനി ഒരു മരണമല്ല നാം പ്രതീക്ഷിക്കുന്നത്, ഒരു നിത്യമായ ജീവനാണ്. The death which leads us to eternal life. That is a wonderful opportunity that God has given us to have that eternal life in our future days. So, and think about when this is talking about something about the suffering and the death and all those things, we need to remember about the martyrdom of Polycarp. പോളികാർപ്പ് എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ദേവദാസന്റെ, ഒരു ബിഷപ്പിന്റെ, അല്ലെങ്കിൽ ഒരു പാസ്റ്ററിന്റെ തൻ്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ചരിത്രം പറയുന്ന ഒരു കഥയുണ്ട്. History says after John, Pastor Polycarp or Bishop Polycarp, he became the leader
ആൻഡ് ദ മിനിസ്റ്റർ ഓഫ് ദ സ്മിർന ചർച്ച്. അല്ലേ? അപ്പോൾ ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, യോഹന്നാന് ശേഷമായിട്ട് ഈ പോളികാർപ്പ് എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ സ്മിർന സഭയുടെ പാസ്റ്ററായിട്ട് വന്നതെന്ന് പറയപ്പെടുന്നു. ആൻഡ് ഹി വാസ് എ ഡിസൈപ്പിൾ ഓഫ് അപ്പോസ്റ്റൽ ജോൺ. അപ്പോസ്റ്റൽ ജോണിൻ്റെ ഒരു ശിഷ്യനായിരുന്ന വ്യക്തിയായിരുന്നു പോളികാർപ്പ് എന്ന് പറയുന്നത്. So what happened was, in his 86th year, Roman government caught him, sentenced to death. Okay, അപ്പം 86 വയസ്സുള്ള ആ പോളികാർപ്പിനെ റോമൻ ഗവൺമെൻറ് പിടിച്ച് അവനെ മരണത്തിന് വേണ്ടി ശിക്ഷ വിധിച്ചു, മരണശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു. But one of the Roman officials secretly told him that, hey, you do one thing, you are an old man, so you just deny Jesus, then you can get released from this martyrdom. എന്താണ്? യേശുക്രിസ്തുവിനെ നീ അങ്ങ് ഡിനൈ ചെയ്താൽ, യേശുക്രിസ്തുവിനെ നീ അങ്ങ് നിഷേധിച്ചാൽ, അല്ലെങ്കിൽ ത്യജിച്ചു പറഞ്ഞാൽ, അല്ലേ, ത്യജിച്ചു പറഞ്ഞാൽ നിനക്ക് എന്തോ കിട്ടും? ഈ രക്തസാക്ഷിത്വ മരണത്തിൽ നിന്ന് നിനക്ക് വിടുതൽ കിട്ടും, നിന്നെ ഞങ്ങൾ വെറുതെ വിട്ടേക്കാം എന്ന് ആ റോമൻ ഒഫീഷ്യൽസ് പറഞ്ഞു. ബട്ട് പോളികാർപ്പ് ആൻസേർഡ് ലൈക്ക് ദിസ്: God has been good to me for last 86 years and he never denied me so far. Then how can I deny Jesus? പോളികാർപ്പിന്റെ മറുപടി ഇങ്ങനെ ആയിരുന്നു: God has been good to me for last 86 years. കഴിഞ്ഞ 86 വർഷങ്ങൾ ഈ ദൈവം എനിക്ക് നല്ലവനായിരുന്നു. And he never denied me so far. എന്നെ ഇന്ന് വരെ ഈ ദൈവം നിഷേധിച്ചിട്ടില്ല, അല്ലെങ്കിൽ എന്നെ ത്യജിച്ച് പറഞ്ഞിട്ടില്ല, എന്നെ റിജക്റ്റ് ചെയ്തിട്ടില്ല. ദെൻ ഹൗ ക്യാൻ ഐ ഡിനൈ മൈ ജീസസ്? പിന്നെ എങ്ങനെയാണ് എൻ്റെ യേശുക്രിസ്തുവിനെ എനിക്ക് ത്യജിച്ച് പറയാൻ സാധിക്കുന്നത്? ഓഫീസർ വാസ് റിപ്പീറ്റഡ്ലി ആസ്കിങ് ഹിം ടു ഡിനൈ ജീസസ്. യു ക്യാൻ ഡിനൈ ജീസസ് ആൻഡ് യു ക്യാൻ ബി എക്സംപ്റ്റഡ് ഫ്രം ദിസ് ഡെത്ത്. But he did not deny Jesus Christ. He testified about Jesus and he became a martyr for Christ, looking forward for the crown of life. ആ പോളികാർപ്പ് എന്ത് ചെയ്യുന്നറിയാമോ? താൻ യേശുക്രിസ്തുവിനെ നിഷേധിച്ച് പറയാതെ, ത്യജിച്ച് പറയാതെ ആ രക്തസാക്ഷിത്വം വഹിച്ചുകൊണ്ട് വളരെ ആകാംക്ഷയോടുകൂടെ കാത്തിരുന്നു. ബിക്കോസ് God has already promised that if you overcome, you will receive the crown of life. അല്ലെ, ജീവകിരീടം പ്രാപിക്കും. That is the sentence that the pastors used to say to the people, those who are taking baptism, right after the baptism, keeping the hands on the head and saying that if you are overcoming and if you are faithful until your death, you will receive the crown of life. അല്ലെ, ജീവകിരീടം പ്രാപിക്കും. മരണപര്യന്തം വിശ്വസ്തനായിരുന്നാൽ ജീവകിരീടം പ്രാപിക്കും എന്നുള്ള ആ ഒരു പ്രതീക്ഷയോടുകൂടിയാണ് പോളികാർപ്പ് ജീവിച്ചു മരിച്ചത് എന്നുള്ളത് നമുക്കറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ആൻ എൻകറേജ്മെന്റ് ഫോർ എവ്രി വൺ ഓഫ് us, ആസ് ഹി വാസ് ഓൾസോ സ്റ്റാൻഡിങ് ഫേം in faith of Jesus Christ. Okay, so now let us come to the next slide. That is point number D, the source of promise. Okay, so that point that we are reading in chapter 2 verse 8. Can you read that source? 2 verse 8. These to the angel of the church in Smyrna write, these are the words of him who is the first and the last, who died and came to life again. സ്മർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക: മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത്. So see, who is the source of promise? ആരാണ് ഈ വാഗ്ദത്തത്തിന്റെ ഉറവിടം? ആരാണ് ഈ വാഗ്ദത്തത്തിന്റെ ഉറവിടം? അവിടെ പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: സ്മുർന്നയിലെ സഭയുടെ ദൂതൻ എഴുതുക, മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നു. So Jesus Christ is the first and the last, who was dead and has come to life. Okay? മരിച്ചവനും ജീവിച്ചിരിക്കുന്നവനുമായിരിക്കുന്ന യേശുക്രിസ്തു, ആദ്യനും അന്ത്യനുമായിരിക്കുന്ന യേശുക്രിസ്തു. This is very interesting fact to know that Jesus Christ is the source of the promises. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന എല്ലാ വാഗ്ദാനങ്ങളുടെയും ഉറവിടമെന്ന് പറയുന്നത്. ആ യേശുക്രിസ്തുവിനെ കൂടാതെ ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വേറെ ഒരിടവുമില്ല. കാരണം യേശുക്രിസ്തു മാത്രമാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയുകയാണ്: ഞാൻ അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകുകയാണ്, നിങ്ങൾക്കുള്ള സകല അനുഗ്രഹങ്ങളും ഞാൻ നിങ്ങൾക്ക് തരാം എന്ന് പ്രോമിസ് ചെയ്തിട്ടാണ് യേശുക്രിസ്തു ഇവിടുന്ന് പോയിരിക്കുന്നത്. നോ വൺ ക്യാൻ ഓഫർ ദാറ്റ് പ്രോമിസ് ടു എനി വൺ other than Jesus Christ. അല്ലേ? So this is very interesting to
know that Jesus Christ himself is the source of all promises, and he is the first and he is the last, and he was dead but still alive. That means the emperors and the empires may die, but the source of the promises still lives. അങ്ങനെയാണ് കാണാൻ സാധിക്കും. എന്താണ് ഈ ലോകത്തിലുള്ള സാമ്രാജ്യങ്ങളും ചക്രവർത്തിമാരും എല്ലാം ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയേക്കാം, മരിച്ചു പോയേക്കാം, ഇല്ലാതായി പോയേക്കാം. പക്ഷേ ആമേൻ എന്നേക്കും ജീവിച്ചിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, I am the source of the promises. I am living now. Okay, that is the reason that it is written, He was, He is, and He is to come. ആയിരുന്നവനും ആകുന്നവനും ഇനി വരാനിരിക്കുന്നവനുമായിരിക്കുന്ന യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവാണ് നമ്മുടെ പ്രോമിസസിൻ്റെ അല്ലെങ്കിൽ വാഗ്ദാനങ്ങളുടെ ആമേൻ സോഴ്സ് അല്ലെങ്കിൽ ഉറവിടമെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു. So we will go to the next point. Now, in the previous classes, we were studying about the church at Ephesus and also the church at Smyrna. Okay, so we've been seeing about the important features of the two churches. അല്ലേ? ഇപ്പം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് the church at Pergamum അല്ലെങ്കിൽ പെർഗമോസ്. പെർഗമോസ് ചർച്ചിനെ കുറിച്ചാണ് ഇന്ന് ഇപ്പം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ദാറ്റ് ഈസ് ചാപ്റ്റർ 2 verses 12 to 17 ആണ്. So in the previous classes, when we were thinking and when we were discussing about the church at Ephesus and the church at Smyrna, we could see some of the features, okay, the important features of the churches. Okay, that means the church at Ephesus and the church at Smyrna had different kinds of features and specialities in that. First of all, the Ephesus church, it was the loveless church എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ they left their first love. എന്താണ്? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതായിരിക്കുന്ന ഒരു സഭയായിട്ടാണ് എഫെസോസ് സഭയെക്കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ എഫെസസ് ചർച്ച് ഈസ് നോൺ ആസ് ദ ലവ്ലെസ് ചർച്ച്. സ്നേഹം കുറഞ്ഞു പോയ അല്ലെങ്കിൽ സ്നേഹം ഇല്ലാതായിപ്പോയ, ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞതായ ഒരു സഭയായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബട്ട് ദ സ്മിർന ചർച്ച് was the most persecuted church or without fault. Two things are there. Okay, സ്മിർന ചർച്ചിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോൾ എന്താ കണ്ടത്? ദാറ്റ് ഇസ് ദ മോസ്റ്റ് പെർസിക്യൂട്ടഡ് ചർച്ച്. ഏറ്റവും അധികം എന്താണ് പെർസിക്യൂഷനിലൂടെ, പീഡനങ്ങളിലൂടെ കടന്നുപോയൊരു സഭയായിരുന്നു സ്മിർന സഭ. അതുമാത്രമല്ല, ആ സഭയെക്കുറിച്ച് ഒരു വിധത്തിലുള്ള ഫോൾട്ടും അല്ലെങ്കിൽ ഒരു വിധത്തിലുള്ളതായിരിക്കുന്ന എററോ അല്ലെങ്കിൽ അക്യൂസേഷൻസോ പറഞ്ഞതായിട്ട് നമ്മൾ വായിക്കുന്നില്ല. ബട്ട് വെൻ വി കം ടു ദ പെർഗമോസ് ചർച്ച്, okay, the Pergamos church that we are going to look into this evening time and tonight is known as compromising church എന്നാണ് പറയുന്നത്. എങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്താണ് കോംപ്രമൈസ് ചെയ്തതായിരിക്കുന്ന ഒരു സഭയായിട്ടാണ് ഈ സഭയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഏതാ? പെർഗമോസ് എന്ന് പറഞ്ഞ സഭയെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കുന്നത്. സോ വാട്ട് ഈസ് പെർഗമോസ്? വാട്ട് ഈസ് എ വേർഡ് പെർഗമോസ്? പെർഗമോസ് ഈസ് എ ഗ്രീക്ക് വേർഡ്. Okay, and Pergamum is the Latin translation, and it is also known as Pergamon. Okay, 3 names are given for this same place: Pergamos, Pergamum, Pergamon. Okay, anyway, it is written there in the slide that the Pergamos is the Greek word and Pergamum is the Latin translation, and also it is known as Pergamon. എങ്ങനെ പറഞ്ഞാലും തെറ്റില്ല. മലയാളത്തിൽ പെർഗമോസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഇംഗ്ലീഷിൽ അത് കൊടുത്തിരിക്കുന്നത് പെർഗമം എന്നാണ്. There is no difference in that. And also the word Pergamum is derived from 2 Greek words. ഈ പെർഗമം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ആ പേര് 2 ഗ്രീക്ക് വാക്കുകൾ ചേർന്നുണ്ടായതാണ്. Okay, so the word Pergamum is derived from 2 Greek words. First one is per and the second one is gamos. First one is per and the second one is gamos. Per means deviation or unholy. Deviation or unholy. The second part is gamos. Gamos means wedding or matrimony. അപ്പം പെർഗമം എന്ന് പറയുന്ന ഈ വാക്ക് തന്നെ 2 ഗ്രീക്ക് വാക്ക് ചേർന്നാണ്. ഒന്ന് പെർ എന്നാണ് പറയുന്നത്, അതിന് ഡീവിയേഷൻ അല്ലെങ്കിൽ എന്താണ് ഡൈവേർട്ടായി പോകുക, വഴി തിരിഞ്ഞു പോകുക, അല്ലെങ്കിൽ അൺഹോളി, അശുദ്ധമായത് എന്നൊക്കെയാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഗമോസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വിവാഹം എന്നുണ്ട്, അതുപോലെ തന്നെ മാട്രിമണി, വിവാഹം എന്നുണ്ട്. അതിനോടുള്ള ബന്ധത്തിൽ
നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ദ പെർഗമം മീൻസ് അൺഹോളി വെഡ്ഡിങ് എന്നാണ്, അല്ലെങ്കിൽ അൺഹോളി റിലേഷൻഷിപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെർഗമം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അവിഹിതമായിട്ടുള്ളതായിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ വിശുദ്ധമല്ലാത്ത, അവിശുദ്ധമായിരിക്കുന്ന, വിശുദ്ധമല്ലാത്ത ഒരു ജോയിനിങ്, ഒരു റിലേഷൻഷിപ്പ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യൂണിയൻ ടുഗദർ വിത്തൗട്ട് ഹോളിനെസ്, അല്ലെങ്കിൽ വിശുദ്ധി അല്ലാതെ ഒന്നിച്ചു ചേരുക എന്നുള്ളതായിരിക്കുന്ന ഒരു അർത്ഥമാണ് പെർഗമം എന്ന സ്ഥലത്തിന് അവിടെ പേരിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ റീസൺസ് ഒക്കെ നമുക്ക് താഴോട്ട് വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. maybe later we will see the connection of the meaning of this name and the situation of the Pergamos church. എന്തുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് പിന്നീട് കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. So now let us study about the city where the church is located. The city where the church is located. Okay. As we are studying about the Pergamos church, let us see what is the specialities of the city where the church is located. You can see a picture in the slide about the ancient city of Pergamum. Okay, but why should we study about the city? Why should we study about the special features or the specialities of the city when we are learning about the churches? The important thing is that when we study about the city and the special features of the city, we will understand how difficult it was for a church, for a Christian church to survive in that city. That is the main important point. Okay, so you can see the city there, the ancient city of Pergamum in the picture. At the same time, what are the specialities? The city of Pergamum is a combination of two cities. Okay, രണ്ട് സിറ്റികൾ ചേർന്ന് ഉള്ളതായിരിക്കുന്ന ഒരു കോമ്പിനേഷനാണ് ഈ പെർഗമം സിറ്റി എന്ന് പറയുന്നതിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന പിക്ചർ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. Okay, the one on a hill and the other one is towards the downward, അല്ലെങ്കിൽ ഒരെണ്ണം ഇച്ചിരി മുകളിലായിട്ട് നിൽക്കുന്ന ഒരു സിറ്റി പോലെ തോന്നുകയും അതിൻ്റെ താഴോട്ട് ഇറങ്ങി നിൽക്കുന്ന വേറൊരു സിറ്റി ആയിട്ട്, ഇങ്ങനെ രണ്ടായിട്ടാണ് ഈ സിറ്റി, പെർഗമം സിറ്റി കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓർ ഇറ്റ്സ് ലൈക്ക് എ വാലി, ഒരു വാലി പോലെ, ഒരു താഴ്വര പോലെ നമുക്ക് കാണാൻ സാധിക്കുന്ന, ഒരു ഭാഗം താഴോട്ടും ഒരു ഭാഗം, ഒരു സിറ്റി മുകളിലേക്കും ഉയർന്നേക്കുന്ന പോലെ കാണാൻ സാധിക്കുന്ന ഒരു സിറ്റിയാണ് പെർഗമം സിറ്റി എന്ന് പറയുന്നത്. So you can see that in the picture structure of the city. Okay, and another thing is Pergamum was the capital of Roman province of Asia. Roman province of Asia'യുടെ ക്യാപിറ്റൽ ആയിരുന്നു അത് പെർഗമം എന്ന് പറയുന്ന സ്ഥലം. അതുപോലെ തന്നെ ഇറ്റ് വാസ് എ ഫേമസ് സിറ്റി ഓഫ് ഏഷ്യ മൈനർ. ഏഷ്യ മൈനറിൽ തന്നെ ഉള്ളതായിരിക്കുന്ന ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സിറ്റി ആയിരുന്നു പെർഗമം. ഓക്കെ, ആൻഡ് ഈവൻ ദ നെക്സ്റ്റ് തിങ് ഈസ് ദിസ് സിറ്റി വാസ് ദ റെസിഡൻസ് ഓഫ് ഗവർണർ. ഗവർണർ താമസിച്ചുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു ഈ സിറ്റി എന്ന് പറയുന്ന സ്ഥലം. അത്രയും പ്രധാനമുള്ളതായിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ് അതിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ ദ ഗവർണർ ഹാഡ് ദി അതോറിറ്റി ടു പുട്ട് പീപ്പിൾ ടു ദ ഡെത്ത്. സോ വി ആർ കമ്മിങ് ടു ദാറ്റ് പോയിന്റ് because in Revelation chapter 2 verse 12 something is written about that, a special thing is reminding there that the powerful sword, അല്ലേ, ഒരു ശക്തിയുള്ള വാളിനെ കുറിച്ച് അവിടെ സംസാരിക്കുന്നുണ്ട് റെവലേഷൻ ചാപ്റ്റർ 2 വേഴ്സ് 12 അല്ലേ. അതിൻ്റെ റീസണാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, സോ യൂഷ്വലി ദ ഗവർണർ യൂസ് ടു റിസൈഡ് ഇൻ ദ സിറ്റി ഓഫ് പെർഗമം and the governor of that city had the authority to put people to the death. എന്താണ്, ഈ ഗവർണർക്ക് പ്രത്യേക അധികാരമുണ്ടായിരുന്നു, അന്നുണ്ടായിരുന്ന ആൾക്കാരെ മരണത്തിലേക്ക് വിടുക, അല്ലെങ്കിൽ മരിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ആ അതോറിറ്റി അല്ലെങ്കിൽ അധികാരം ഗവർണർക്കുണ്ടായിരുന്നു. സോ ഈ ഹാഡ് ദ പവർ ഓഫ് ദ സ്വേർഡ്. അവൻ്റെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു, എന്താണ്, നല്ല ശക്തിയുള്ള ഒരു വാളുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് വൈ in Revelation chapter 2 verse 12 Jesus is reminding them that he has the more powerful sword. ആരാ? ജീസസ് പറയുകയാണ് യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ് ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള സ്വേർഡ് ഉള്ളത്, അല്ലെങ്കിൽ വാളുള്ളതെന്നാണ് അവിടെ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കുന്നത്, അല്ലേ. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാളുള്ളവൻ അരുളിച്ചു. മൂർച്ചയേറിയ ഇരുവായ്ത്തലയുള്ള വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നു. സോ ജീസസ് ഈസ് റിമൈൻഡിങ് ദ പീപ്പിൾ ഇൻ പെർഗമോസ് ദാറ്റ് ജീസസ് ഈസ് ഹാവിങ് the powerful sword than the governor has.
അപ്പം അവിടുത്തെ ഗവർണർക്ക് വളരെ ശക്തിയുള്ള മൂർച്ചയുള്ളതായിരിക്കുന്ന ഒരു വാള് അവരുടെ കയ്യിലുണ്ട് എന്നുള്ളത് സത്യമാണെങ്കിൽ ആ ജനത്തോട്, വിശ്വാസികളോട് കർത്താവിന് പറയാനുള്ളത് കർത്താവിൻ്റെ കയ്യിൽ എന്തോ ഉണ്ട്, അതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഇരുവായ് തലയുള്ള ഒരു മൂർച്ചയേറിയ വാള് എൻ്റെ പക്കലുണ്ടെന്ന് അവരെ ധൈര്യപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്. We know that Christ has a sword with two edges, അല്ലേ? യേശുക്രിസ്തുവിൻ്റെ കയ്യിലിരിക്കുന്ന വാളിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ വചനമാകുന്ന വാളിൻ്റെ പ്രത്യേകത എന്താണ്? ഇരുവായ് തലയുള്ള വാളാണ്. Okay, so he has the final authority over both the death and the life. So Christ not only has the power to condemn the people, but also to eternal death. He also has the power to give the eternal life. അല്ലെ? ഇപ്പം ഒരു ഭാഗത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്, ഗവർണർക്ക് മരിക്കാൻ വേണ്ടി ആൾക്കാരെ തള്ളിവിടാൻ മാത്രമേ ഉള്ള അധികാരമുള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരം എന്താണ്? Christ not only has the power to condemn the people to the eternal death, but also he has the power to give them eternal life. മരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ മാത്രമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനുള്ള അധികാരം കിട്ടിയിരിക്കുന്നത്, പ്രത്യുത പുതിയ ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ നിത്യജീവനിലേക്ക് ജനത്തെ കൊണ്ടുപോകാനുള്ള അധികാരവും ശക്തിയും കർത്താവായ യേശുക്രിസ്തുവിനുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഈ അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ when we go to the next slide, we understand about there is a special name written there. What is that? Asclepius. Asclepius is the name of a god, So in that time, like the Greek god or the Roman country, so Asclepius is known as the god of healing. Okay, so you can see some of the pictures there in the slide. ഈ എന്താണ് അസ്ക്ലേപ്പിയസ് എന്ന് പറയുന്ന ഒരു ദേവനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് there were 4 temples of idol worship on this hill, like the temples of Zeus and Asclepius and Dionysus and Athena. The temple of Zeus and temple of Asclepius and temple of Dionysus and the temple of Athena. ഈ പറയപ്പെടുന്ന 4 എന്താണ് ക്ഷേത്രങ്ങൾ നമുക്ക് ആ സ്ഥലത്ത് തന്നെ കാണാൻ സാധിക്കും. ആ മലമുകളിൽ തന്നെ അല്ലെങ്കിൽ ഹില്ലി ഏരിയയിൽ 4 ക്ഷേത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേക സ്ഥലമായിരുന്നു ദ സിറ്റി ഓഫ് പെർഗമം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അറ്റ് ദ സെയിം ടൈം there was a famous hospital at the down city of the Pergamos, okay, because the Roman emperors, they used to come there for treatment. വളരെ പിന്നെ അറിയപ്പെടുന്നതായിരിക്കുന്ന ഒരു ഹോസ്പിറ്റല് ആ പെർഗമോസിലുണ്ടായിരുന്നു. ഗവർണേഴ്സൊക്കെ വന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വരുന്നതായിരിക്കുന്ന പ്രത്യേകമായിരിക്കുന്ന ഒരു സ്ഥലമായിട്ടാണ്, മെഡിക്കൽ ആയിട്ടുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരു സിറ്റി ആയിട്ടാണ് പെർഗമോസ് സിറ്റിയെ നമുക്ക് കാണാൻ തക്കവണ്ണം സാധിക്കില്ല. ഞാൻ പറയാനുള്ള കാരണം നമുക്ക് താഴോട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. ബിക്കോസ് the famous hospital in the city of Pergamos was connected to the temple of Pergamum god known as the temple of Asclepius. Okay, ഈ പറയുന്ന ദേവനോടുള്ള ബന്ധത്തിലാണ് അന്നത്തെ അവിടെ ഉണ്ടായിരുന്ന ഹോസ്പിറ്റൽ പോലും നിലനിന്നിരുന്നത്. കാരണം അത്രയ്ക്കും ഇൻഫ്ലുവൻസ് ആണ് ഈ ദേവന് അവിടുത്തെ ഹോസ്പിറ്റലുകളിൽ കൂടെ കിട്ടിയിരുന്നത്. Okay, so the famous hospital in the city of Pergamos was connected to the temple of Pergamum god. ഈ പെർഗമം എന്ന് പറയുന്ന ആ ദേവനുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു, അല്ലെങ്കിൽ ആ ടെമ്പിളുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു ആ സിറ്റിയിൽ അന്നുണ്ടായിരുന്നത്. ഓക്കെ, സോ ഹി വാസ് നോൺ ആസ് ദ ഗോഡ് ഓഫ് ഹീലിംഗ്. അതായത് ആ ദൈവത്തെക്കുറിച്ച്, ആ ദേവനെക്കുറിച്ച് അറിയപ്പെട്ടിരുന്നത്, ആ ദൈവത്തിൻ്റെ പ്രത്യേകത ഇത് ഗോഡ് ഓഫ് ഹീലിംഗ് ആണെന്നാണ്. അതായത് എന്താണ്, പിന്നെ സൗഖ്യത്തിൻ്റെ ദൈവം അല്ലെങ്കിൽ സൗഖ്യത്തിൻ്റെ ദേവൻ എന്നാണ് അറിയപ്പെടുന്നത്. യു ക്യാൻ സീ ദ പിക്ചർ ഓഫ് ദാറ്റ് ഗോഡ് സ്റ്റാൻഡിങ് വിത്ത് എ റോഡ് റാപ്ഡ് ബൈ ദി സ്നേക്ക്. അല്ലെ, ഒരു എന്താണ്, ഒരു പാമ്പ്, ഒരു സർപ്പത്തെ ഇങ്ങനെ ചുറ്റി നിൽക്കുന്നതായിരിക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് ഈ ആസ്ക്ലെപ്പിയസ് എന്ന് പറയുന്ന ആ ദേവന്റെ ചിത്രം, അല്ലെങ്കിൽ ഒരു പാമ്പ് ചുറ്റി നിൽക്കുന്ന ഒരു ചിത്രമാണ് കാണാൻ സാധിക്കുക. യു ക്യാൻ സീ ദെയർ ഇൻ ദ പിക്ചർ ദാറ്റ്
Asclepius is standing with a rod, who is wrapped by the snake. And also there is a picture of a snake wrapped around a rod in a spiral shape. ഒരു സ്പൈറൽ ഷേപ്പിൽ രണ്ടാമത്തെ പിക്ചറും കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ദേവൻ മാത്രമല്ല, ഒരു റോഡിൻ്റെ ഒരു വടി വെച്ചിട്ട് ആ വടിക്ക് ചുറ്റിലും ഒരു സ്നേക്ക് അല്ലെങ്കിൽ ഒരു സർപ്പം ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന ഒരു പിക്ചറാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ കൊടുക്കാൻ കാരണമുണ്ട്. So in related to this first picture, you can see the second picture also very closely related to this issue, because this is still a medical symbol today's, right? You can see that there are many medical institutions that use this name, the same symbol or the image even nowadays also to show the effectiveness of their medical treatment. അല്ലേ? ഇന്നും നിങ്ങൾ ഇപ്പം ഇത് പിക്ചറിൽ കാണുന്ന ഒരു പടം, ഒരു വടിയുടെ ചുറ്റിലും ഒരു സ്നേക്ക് ഇങ്ങനെ ചുറ്റി നിൽക്കുന്ന അല്ലെങ്കിൽ പാമ്പ് ചുറ്റി നിൽക്കുന്ന ഒരു പിക്ചർ ഉണ്ടല്ലോ. ആ പിക്ചറാണ് ഇന്നും പലപ്പോഴും മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ അവർ കൊടുക്കുന്ന സിമ്പൽ എന്ന് പറയുന്നത്. Okay, even you can see that today also in medical institutions that they are using the symbol, the same symbol or this same image to show the effectiveness of their medical treatment. അവർക്ക് അവിടെ ഹോസ്പിറ്റലിലൊക്കെ കൊടുക്കുന്ന പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ ഈ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ അത് എത്രത്തോളം അത് വളരെ ഫലിക്കുന്ന കാര്യമാണെന്ന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ട് ഈ പിക്ചറാണ് സിമ്പിളായിട്ട് അവർ പലപ്പോഴും ഇന്നും യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അന്നും അതായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ആ ദേവൻ്റെ ഒരു പിക്ചറായിട്ടാണ്, ദേവൻ്റെ ഒരു സിമ്പിളായിട്ടാണ് അതിനെ കാണാൻ സാധിക്കുന്നത്. Okay, and because of this reason, this city is known as the city of serpent എന്നറിയപ്പെടുന്നത്. അതായത് എന്താണ്, സർപ്പത്തിൻ്റെ പട്ടണമെന്നാണ് ആ പെർഗമം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെർഗമോസ് എന്ന് പറയുന്ന പട്ടണത്തെ അന്ന് അറിയപ്പെട്ടിരുന്നത്. Because of this reason means they were using this god and they were closely connected. The hospital was closely connected with the temple of this Asclepius. So because of that reason, the city is also known as the city of serpent. സർപ്പത്തിൻ്റെ പട്ടണം എന്നാണ് അന്ന് അറിയപ്പെട്ടുകൊണ്ടിരുന്നത്. Even in Bible also you can see the Satan is compared with the serpent in many places. അല്ലേ? ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ വായിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഒത്തിരി വാക്യങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ബൈബിളിൽ സർപ്പം എന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാം ആരായിട്ടാണ് കാണാൻ സാധിക്കുന്നത്? സാത്താനായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അല്ലേ? ഈ സർപ്പത്തെക്കുറിച്ചൊക്കെ പറയുന്നിടത്തെല്ലാം സാത്താനായിട്ടാണ് പറഞ്ഞത്. ജെനസിസ് ചാപ്റ്റർ 3 verses 1-5 2 Corinthians chapter 11 verse 3, Revelation chapter 12 verse 9 and Revelation chapter 20 verse 2. Everywhere you can see that in Bible Satan is compared with the serpent in different places in Bible. Okay, we will go to the next slide. The biggest library. This was one of the important thing that we need to understand about the Pergamum city. The biggest library was there. It was, the Pergamos was famous for education. അപ്പം എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു ഈ പെർഗമോസ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ സിറ്റി ഓഫ് പെർഗമം ഈസ് ലൊക്കേറ്റഡ് 45 miles away from the city of Smyrna. സ്മിർന സിറ്റിയിൽ നിന്നും 45 മൈൽ ദൂരെയാണ് ഈ പെർഗമം എന്ന് പറയുന്ന സിറ്റി കാണാൻ സാധിക്കുന്നത്. ആൻഡ് ദർ ഇസ് എ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ലൈബ്രറി ഓഫ് ദ വേൾഡ്. ഇറ്റ് വാസ് ദെയർ ഇൻ പെർഗമം. എന്താണ്, ലോകത്തിലെ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് ലൈബ്രറി ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു അന്ന് പെർഗമം എന്ന് പറഞ്ഞ സ്ഥലം. ആ പെർഗമം സിറ്റിയിൽ ഉണ്ടായിരുന്ന ദർ ഇസ് എ പിക്ചർ ഓഫ് ancient library. You can see in the picture now. Okay, the ancient library, you can see that. So that much important was the education on those days in this city. So this city was giving more importance for education also. At the same time, they were doing all kinds of idol worship and all other things in the city. So that is what we are going to see in the next slide. Okay, the throne of Satan. Okay, the throne of Satan അവിടെ ഉണ്ടായിരുന്നു. അതായത് സാത്താൻ്റെ ഒരു കേന്ദ്രം അല്ലെങ്കിൽ സാത്താൻ്റെ ഒരു സിംഹാസനം അവിടെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ വാക്യം നമ്മൾ പിന്നീട് വായിക്കും. Okay, so it is believed that the Greek god Zeus was born in Pergamos. ഈ പെർഗമോസിലാണ്
അന്നത്തെ ഗ്രീക്ക് ഗോഡ്, ഒരു ഗ്രീക്ക് ദേവൻ ഉണ്ടായിരുന്നു. ആ ദേവൻ ജനിച്ചത്, ഓക്കെ, അല്ലെ സിയൂസ് എന്ന് പറയുന്ന ആ ദേവൻ ജനിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആൻഡ് ഓൾസോ ദർ വാസ് എ വെൽ നോൺ ടെമ്പിൾ ഓഫ് സിയൂസ് ഗോഡ്. യു ക്യാൻ സീ ദാറ്റ് ഓൾസോ in this picture, that what is the temple of Zeus god, that also is written there. It's a picture, it's an elaborated picture, like, you know, you can see that also in the picture, like, you know, near the temple you can see something like a huge throne with a huge image. ആ പിക്ചറിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, എന്താ പറയുന്നത്, ടെമ്പിളിന്റെ അടുത്ത് തന്നെ, ആ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെ എന്താ കാണാൻ സാധിക്കുന്നത്, എ ഹ്യൂജ് ത്രോൺ കാണാം, ഒരു വലിയൊരു സിംഹാസനം പോലെയുള്ള ഒരു സാധനം കാണാം. ആ ഹ്യൂജ് ത്രോൺ മാത്രമല്ല, വിത്ത് എ ഹ്യൂജ് ഇമേജ്, ഒരു വലിയ ഇമേജിന്റെ കൂടെയാണ് ഈ സിംഹാസനത്തെ നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. സോ യു ക്യാൻ സീ ഇൻ ദ പിക്ചർ ഓഫ് ദ ടെമ്പിൾ അറ്റ് ദ സെന്റർ ഓഫ് ദ ത്രോൺ ദ ഫയർ ബേൺസ് ആൻഡ് സ്മോക്ക് കംസ് അപ്പ് ഫ്രം ദെയർ. അതിന്റെ സെന്ററിൽ ഒന്ന് നോക്കി, ആ പിക്ചറിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്, എന്താണ്, ഒരു തീ കത്തിയിട്ട് അവിടുന്ന് പുക വരുന്ന ഒരു കാഴ്ച അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, തീ കത്തിച്ചിട്ട് അവിടുന്ന് പുക ഇങ്ങനെ പോകുന്ന ഒരു കാഴ്ചയാണ് അതിന്റെ സെൻട്രൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദാറ്റ് ഷോസ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സൈറ്റാനിക് പവേഴ്സ് വെർ പ്രൊമിനന്റ് ഇൻ ദാറ്റ് സിറ്റി ഓൺ ദോസ് ഡേയ്സ്. ആ സമയങ്ങളിൽ സാത്താന ശക്തിയുടെ വളരെ പ്രഭാവത്തോടു കൂടെ നമുക്കവിടെ ആ സ്ഥലത്ത് സ്വാധീനം ഉണ്ടായിരുന്നതായിട്ട് ചരിത്രകാരന്മാർ പറയുന്നു. അങ്ങനെയുള്ള സംഭവം നടക്കുന്ന സ്ഥലമായിരുന്നു ഈ പെർഗമോസ് എന്ന് പറയുന്ന സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ആൻഡ് അബൌട്ട് ദാറ്റ്, ഹിയർ ഇൻ ചാപ്റ്റർ 2 verse 13 ഗോഡ് സേസ് ദാറ്റ് ദർ ഈസ് ത്രോൺ ഓഫ് സൈറ്റാൻ. അല്ലേ, 13ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ള ഇടമെന്നും ഞാൻ അറിയുന്നു. Okay, that is the same thing that about the Pergamos church also saying by the Lord, that it says that there is throne of Satan. അല്ലെ, എന്താണ് പെർഗമോസിനെ സ്ഥലത്ത് സഭയെക്കുറിച്ച് പറയുമ്പോൾ പറയുകയാണ്, നീ ഇരിക്കുന്ന സഭ ഇരിക്കുന്ന സ്ഥലം, ആ സിറ്റി, അവിടെ എന്താണ്, ഒരു there is a throne of Satan, സാത്താന്റെ കേന്ദ്രം അല്ലെങ്കിൽ സാത്താന്റെ സിംഹാസനം ഇരിക്കുന്ന സ്ഥലമാണെന്ന് പറയുന്നു. This might be referring to the satanic worship which happens in that city. അല്ലെ, ഒരു വലിയ സാത്താന്യ ആരാധന അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തെളിവായിട്ടാണ് ഈ വാക്യം അവിടെ കൊടുത്തിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. Now we will go to the establishment of the church at Pergamum. ഇനി സിറ്റിയെക്കുറിച്ച് നമ്മൾ ഇത്രയും നേരം പറഞ്ഞു. എന്തൊക്കെയായിരുന്നു ആ സിറ്റിയുടെ പ്രത്യേകത, എങ്ങനെയൊക്കെയാണ് അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നത്, സിറ്റി എന്തൊക്കെയായിരുന്നു, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് ദ സിറ്റി. But at the same time, now we are going to look into the establishment of the church at Pergamum. എങ്ങനെയാണ് ഒരു ദൈവസഭ അവിടെ സ്ഥാപിക്കപ്പെട്ടത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ആ സ്ഥലത്ത് ഒരു ദൈവസഭ സ്ഥാപിക്കപ്പെട്ടതിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, we need to understand one thing. There is nothing mentioned about the founder of the church at Pergamos, but at the same time, in Acts chapter 19 verse 10, in Acts chapter 19 verse 10, can you read that portion? Acts chapter 19 verse 10. This went on for 2 years, so that all the Jews and Greeks who lived in the province of Asia heard the word of the Lord. Okay. അത് 2 സംവത്സരത്തോളം നടക്കുകയാൽ ആസിയയിൽ പാർക്കുന്ന യഹൂദന്മാരും യവനന്മാരും എല്ലാം കർത്താവിന്റെ വചനം കേൾക്കുവാൻ ഇടയായി. I told you that there is nothing mentioned about the founder of the church at Pergamos. But when you read Acts chapter 19 verse 10, Apostolപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ, we see that Paul was preaching the gospel in Ephesus and the nearest places എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലേ, എഫെസസിൽ മാത്രമല്ല ആ പരിസര പ്രദേശങ്ങളിലെല്ലാം താൻ എന്ത് ചെയ്തു, ഈ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് നടന്നു. സോ ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് പോൾ മൈറ്റ് ബി ദ ഫൗണ്ടർ ഓഫ് ദ ചർച്ച് അറ്റ് പെർഗമോസ്. പെർഗമോസ് സഭ സ്ഥാപിച്ചത് പൗലോസ് ആയിരിക്കണമെന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പോസ്തലപ്രവൃത്തി 19-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തെ ആസ്പദമാക്കിക്കൊണ്ട്. Now we are going to study about the messages to the church at Pergamum. ഞാൻ ഇച്ചിരി സ്പീഡിൽ പോകാനായിട്ട് ശ്രമിക്കുകയാണ്, കാരണം ഇപ്പോഴും നമ്മൾ ചാപ്റ്റർ 2-ൽ തന്നെ നിൽക്കുന്നതേ ഉള്ളൂ. സോ let us let's go forward a little bit more, because we will not stand on a portion for
minutes. So we are going to study about the messages to the church at Pergamum. Pergamos സഭയ്ക്ക് ദൈവം കൊടുത്ത മെസ്സേജുകളെ കുറിച്ച് ഇനി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. Now let us read chapter 2 verses 12 to 17. Chapter 2 verses 12 to 17. Yeah. To the angel of the church in Pergamum write, these are the words of him who has the sharp double-edged sword. I know where you live, where Satan has his throne, yet you remain true to my name. You did not renounce your faith in me, even in the days of Antipas, my faithful witness, who was put to death in your city where Satan lives. Nevertheless, I have a few things against you. You have people there who hold on to the teaching of Balaam, who taught Balak to entice the Israelites to sin by eating food sacrificed to idols and by committing sexual immorality. Likewise, you also have those who hold on to the teachings of Nicolaitans. Repent, therefore, otherwise I will soon come to you and will fight against them with the sword of my mouth. He who has an ear, let him hear what the Spirit says to the churches. To him who overcomes, I will give some of the hidden manna. I will also give him a white stone with a new name written on it, known only to him who receives it. പെർഗമോസിലെ സഭയുടെ ദൂതൻ എഴുതുക, മൂർച്ചയേറിയ ഇരുവായ്ത്തല വാൾ ഉള്ളവൻ അരുളി ചെയ്യുന്നത്, നീ എവിടെ പാർക്കുന്നു എന്നും അത് സാത്താന്റെ സിംഹാസനം ഉള്ളയിട എന്നും ഞാൻ അറിയുന്നു. നീ എന്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എന്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എന്നിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വയ്ക്കുവാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവണ്ണം നിക്കോലാവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കുമുണ്ട്. ആകയാൽ മാനസാന്തരപ്പെടുക, അല്ലാതിരുന്നാൽ ഞാൻ വേഗത്തിൽ വന്ന് എന്റെ വായിലെ വാളുകൊണ്ട് അവരോട് പോരാടും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ മറഞ്ഞിരിക്കുന്ന മന്ന കൊടുക്കും. ഞാൻ അവന് വെള്ളക്കല്ലും ലഭിക്കുന്നവനല്ലാതെ ആരും അറിയാത്തതും ആ കല്ലിന്മേൽ എഴുതിയിരിക്കുന്നതുമായ പുതിയ പേരും കൊടുക്കും. Okay, so let us see. And I know that I won't be able to complete that portion tonight, but we will see our maximum. Okay, so the messages to the church at Pergamum. Pergamum സഭയ്ക്ക് വേണ്ടി ദൈവം കൊടുത്തതായിരിക്കുന്ന മെസ്സേജുകൾ എന്തൊക്കെയാണ്? First of all, we can see the appreciations. Okay, in chapter 2 verse 13, you can see the appreciation which is given for the church at Pergamos. Okay, അവിടെ എന്താണ്? നീ എവിടെ പാർക്കുന്നുവെന്ന് അത് സാത്താന്റെ സിംഹാസനമുള്ള ഇടമെന്ന് ഞാൻ അറിയുന്നു. നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷിയും വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. First of all, the first appreciation which was given for the Pergamos church was, I know where you dwell. നീ എവിടെയാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ അറിയുന്നു. നീ എവിടെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. Okay, there is a throne of Satan. അവിടെ സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണ്. അവിടെ സാത്താന്റെ സിംഹാസനമുള്ള സ്ഥലമാണെന്ന് ഞാൻ അറിയുന്നു എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. That the place is filled with a satanic temple and worship. നോക്കണം, ആ സ്മിർന്ന സഭ അന്ന് നിലകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ എന്തുണ്ടായിരുന്നു? സിറ്റിയിൽ തന്നെ എന്തുണ്ടായിരുന്നു? സാത്താന്റെ ഒരു കേന്ദ്രമുണ്ടായിരുന്നു. അല്ലെങ്കിൽ വിഗ്രഹാരാധനയുടെ, സാത്താന്റെ ആരാധനയുടെ ഒരു കേന്ദ്രമായിരുന്നു ആ പെർഗമോസ് എന്ന് പറഞ്ഞ സ്ഥലമെന്ന് ദൈവം അറിയുന്നു എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട്, you can see that it was not big, without the knowledge of Jesus Christ, without the knowledge of God, that God was allowing them to, establish a church. It was with the knowledge that God knows that what is the city and what is the situation of the city and how the city is influenced and how it is going to be influenced by the church also. But knowing all these things, God says that I know something, that you are living among the people where there is a satanic temple and worship, because there is a throne of Satan. Secondly, God said, I know you hold fast my name. എന്താണ്? നിങ്ങൾ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know you hold fast my name. നിങ്ങൾ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു. Here God is appreciating them, and he says that
even though you are going through many persecutions and the government is insisting you for the idol worship and Caesar worship, you are holding fast my name. എന്താണ്, സിവിയർ ആയിട്ടുള്ള പെർസിക്യൂഷനിലൂടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും, ഒത്തിരി പ്രതികൂലങ്ങളോട് നിങ്ങൾ പോകുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ഗവൺമെന്റ്, റോമൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഐഡൽ വർഷിപ്പിന് വേണ്ടി, വിഗ്രഹാരാധനയ്ക്ക് വേണ്ടി, അതുപോലെ സീസർ വർഷിപ്പിന് വേണ്ടി നിങ്ങളെ ഒത്തിരി ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും, സ്റ്റിൽ യു ആർ ഹോൾഡിങ് ഫാസ്റ്റ് മൈ നെയിം. നീ എപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ഇതിൻ്റെ നടുവിൽ നീ എൻ്റെ നാമത്തെ മുറുകെ പിടിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Okay, even though many people became martyrs in your church, for God's sake, you did not bow down to worship them. എന്താണ്, ഒത്തിരി പേര് രക്തസാക്ഷികളായിട്ട് നിങ്ങളുടെ സഭയിൽ മാറിയെന്ന് പറഞ്ഞാലും എന്താ സംഭവിക്കുന്നത്? നിങ്ങളിപ്പോഴും ഈ ദൈവനാമത്തെ ദുഷിക്കാതെ, അല്ലെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ആ ദേവന്മാരുടെ മുമ്പിൽ നിങ്ങൾ മുട്ടുമടക്കാതെ, വിഗ്രഹത്തിന് മുമ്പിൽ മുട്ടുമടക്കാതെ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, ദൈവനാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നെന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Thirdly, what is the third appreciation which is given for the Pergamos church? പെർഗമോസ് സഭയ്ക്ക് മൂന്നാമതായിട്ട് കൊടുത്ത വലിയൊരു അനുമോദനം എന്താണെന്നറിയാമോ? അവിടെ പറഞ്ഞിരിക്കുന്നത്, ഐ നോ യു ഡിഡ് നോട്ട് റിനൗൺസ് യുവർ ഫെയ്ത്ത്. ഞാനൊരു കാര്യം കൂടി അറിയുന്നു, നിങ്ങൾ എന്ത് ചെയ്തില്ല? എന്നിലുള്ള വിശ്വാസം നിങ്ങൾ നിഷേധിച്ചില്ല. ഐ നോ യു ഡിഡ് നോട്ട് റിനൗൺസ് യുവർ ഫെയ്ത്ത്. Here is the appreciation to the church at Pergamos. And he says that even in the midst of testing of their faith, they did not renounce their faith. Even though they were, Satan was testing them in their faith, they did not renounce their faith. Okay? For that, let me give you one example from Bible, that is in Hebrews chapter 12, verse 1. We are reading that, we are surrounded by a so great cloud of witness എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Because in Hebrews chapter 11 speaks about many faith warriors. That means even though they were going through the turmoil and persecution, they stood firm for faith. That was the situation of those days. അല്ലെ? എത്ര വലിയ പ്രതികൂലങ്ങളിലൂടെ അവിടെ കടന്നു പോയെന്ന് പറഞ്ഞാലും അവരെന്ത് ചെയ്തു? വിശ്വാസത്തിന് വേണ്ടി ഉറച്ചു നിന്നു. ഓക്കെ, സോ റിഗാർഡിങ് അവർ ടൈം and our generation, Jesus is also asking in Luke chapter 18 verse 8, ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളോട് കർത്താവ് ചോദ്യമുണ്ട്, when the son of man comes, അല്ലേ, will he find faith on earth? മനുഷ്യപുത്രൻ വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. Why he is asking like that? Because now we don't have any persecution or struggle in this place, and everything is fine with us, right? So what happened? We are not checking our faith today, or we are not checking whether we lose it or we increase it, or whether it is strong or whether it is weak. We never mind about our faith in Jesus Christ today because we are not having that kind of struggle or persecutions as the early Christians were having in their lives. So actually, I've been listening to some of the people, those who are persecuted in India and in other places of our world. Those people are holding fast the name of Jesus, and they are saying that we will not deny Jesus Christ in our lives because Jesus is the God, and he gave us life, and we cannot deny. So remember, the believers of Pergamos church did not renounce their faith in Jesus Christ. In Revelation chapter 2 verse 13, it is written like this, that even during the time of martyrdom of Antipas, even during the time of martyrdom of Antipas. Who was Antipas? Antipasine കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. Antipas ആരായിരുന്നു? He was one of the ministers of Pergamos church. അദ്ദേഹം വളരെ ഫെയ്ത്ത്ഫുൾ ആയിട്ട് കർത്താവിൻ്റെ പ്രവൃത്തി ചെയ്ത, കർത്താവിനെ ശുശ്രൂഷിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകനായിരുന്നു അന്തിപ്പാസ് എന്ന് പറയുന്ന ആ മനുഷ്യൻ പെർഗമോസ് ചർച്ചിൽ.
അതുപോലെ തന്നെ he was a martyr for Christ. ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട കർത്താവിൻ്റെ ദാസനായിരുന്നു. And when we study about Antipas, we know that history says that martyrdom of Antipas took place during the time of Emperor Domitian. ഡൊമിഷ്യൻ്റെ ചക്രവർത്തിയുടെ കാലത്താണ് ഈ അന്തിപ്പാസ് എന്ന് പറയുന്ന മനുഷ്യൻ മരിക്കുന്നത്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വഹിക്കുന്നതെന്നാണ് ചരിത്രം പറയുന്നത്. So you know that the order of Domitian to Antipas was, you have to renounce the name of Jesus and you have to worship Caesar as your God. നിന്റെ യേശുക്രിസ്തുവിനെ നീ റിനൗൺസ് ചെയ്തിട്ട്, നീ യേശുക്രിസ്തുവിനെ ത്യജിച്ചു പറഞ്ഞിട്ട് സീസറിനെ ആരാധിക്കണം, കൈസറിനെ ആരാധിക്കണമെന്ന് റോമൻ എംപറർ ആയിരുന്നു ഡൊമിഷ്യൻ പറഞ്ഞു. എന്നാൽ ആന്റിപ്പാസ് പറഞ്ഞ മറുപടി എന്നറിയാമോ? ഹി റിപ്ലൈഡ്, ഐ വോണ്ട് ഡു ദാറ്റ്. ഞാൻ ഒരിക്കലും അത് ചെയ്യത്തില്ല. Then what happened? Then they put him into the fiery burner and they burned him alive. ജീവനോടെ അവർ ഫയറി ബർണറിനകത്ത് തീയുടെ ഒരു ഇതിനകത്ത് ഇട്ടിട്ട് അവനെ ജീവനോടെ കരിച്ചു കളഞ്ഞു, ദഹിപ്പിച്ചു കളഞ്ഞെന്നാണ് നമ്മൾ വായിക്കാൻ സാധിക്കും, ഹിസ്റ്ററി വായിക്കാൻ സാധിക്കുന്നത്. സോ റിമെമ്പർ, ഈവൻ in that situation also he did not renounce his faith. So these are the appreciations for the church at Pergamos, and we need to thank God for all those people. Even, the people like Antipas, he was a faithful servant of God. He was serving God with a great, eagerness that he can see Jesus face to face. Amen. So here again, let me encourage you that, the appreciation which was given for Pergamos സഭയ്ക്ക് വേണ്ടി ദൈവം അന്ന് കൊടുത്തിരുന്ന അപ്രീഷിയേഷൻ എന്തായിരുന്നു, അനുമോദനം എന്തായിരുന്നു? ഐ നോ വെർ യു ഡ്വെൽ. നീ എവിടെയാണ് ജീവിക്കുന്നതെന്ന് ഞാൻ അറിയുന്നു. നമ്മൾ ഇന്ന് ജീവിക്കുന്ന സ്ഥലവും ആ സ്ഥലത്തിന്റെ പ്രത്യേകതയൊക്കെ ആരറിയുന്നു? നമ്മുടെ ദൈവം അറിയുന്നു. ഐ നോ യു ഹോൾഡ് ഫാസ്റ്റ് മൈ നെയിം. നീ എന്ത് ചെയ്തു? എൻ്റെ നാമത്തെ എന്ത് ചെയ്തു? ഇത്രയും വലിയ പ്രതികൂലത്തിന് നടുവിലും എൻ്റെ നാമത്തെ നീ മുറുകെ പിടിച്ചു. ഇന്ന് രാത്രി നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും ഈ യേശുവിൻ്റെ നാമത്തെ വിട്ടുകളയാതെ എപ്പോഴും കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഐ നോ യു ഡിഡ് നോട്ട് റിനൗൺസ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ എന്ത് ചെയ്തില്ല? നിങ്ങൾ തള്ളിക്കളഞ്ഞില്ല, ത്യജിച്ചു കളഞ്ഞില്ല, നിരസിച്ചില്ല. ആമേൻ, സ്തോത്രം. അത് ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. Let us all close our eyes in the presence of God and pray for the blessing upon every one of us in the coming